ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം അത് പുതിയ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിനകത്ത് ഈ ഒരാൾക്ക് മുരാരി ബാബുവിന് ജാമ്യം കിട്ടി. അതായത് കമ്പൽസറി ബെയിൽ നമ്മൾ പറയും, സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. 90 ദിവസം ഇതിനകത്ത് ചാർജ് കൊടുത്തില്ല. അത് കാരണം അയാൾക്ക് സ്വാഭാവിക ജാമ്യം അയാൾക്ക് കിട്ടി കൊടുത്തേ പറ്റുള്ളൂ കോടതി. അതുപോലെ ഓരോരുത്തർക്കും ഇപ്പം കിട്ടും. ആർക്കെന്നറിയോ? ഇനി വരാൻ പോകുന്നത് വാസുവിന് ഉടനെ ജാമ്യം കിട്ടും, പിന്നെ പത്മകുമാറിന് കിട്ടും. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ പോറ്റിയുടെ പേര് വേറെ ക്രൈമൊക്കെ ഇവർ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അത് വെളിയിലിറങ്ങാൻ പറ്റുകയില്ല. ഈ പോറ്റിക്ക് കിട്ടും. ഈ രീതിയിൽ ഓരോരുത്തർക്ക് ജാമ്യം കൊടുത്ത് ഇറക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഇതിന് ഒരു ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ 90 ദിവസത്തിനകം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുള്ളതാണ്. ബെയിൽ അവിടെ റൈറ്റാണ്, അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതനങ്ങാതെ ഇരുന്നുകൊണ്ടുണ്ടല്ലോ, ഇപ്പോൾ ഈ പത്മകുമാറൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി വെളിയിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയും അവർക്ക് ജാമ്യം കിട്ടി. അതാണ് കാര്യം. അതേപോലെ തന്നെ വാസു, അവർക്ക് ജാമ്യം കിട്ടി. വിജയകുമാർ, അവർക്കൊക്കെ ജാമ്യം കിട്ടി. പിന്നെന്താ, അന്വേഷണം നടക്കട്ടെ, ആ കോടതി കുറ്റക്കാരനാണെന്ന് കാണട്ടെ, ഞങ്ങൾ നടപടിയെടുക്കും. മതിയല്ലോ. സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി തിന്നതിനൊന്നും യാതൊരു പ്രശ്നമുള്ളതല്ല. ആ മോഷ്ടിച്ച സ്വർണ്ണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ വീണ്ടെടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു VSSCയിലെ പരിശോധനയിൽ ഉള്ള ഒരു വസ്തുത പുറത്തു വന്നതെന്ന് പറയുന്നത്, അപ്പോൾ ഒന്ന് പറയുന്നതായിട്ട് പറയപ്പെടുന്നതാണ്. ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, കാണാതെ പറ്റുന്നില്ല. അതായത് ഈ ചെമ്പ് പാളികൾ, സ്വർണം പൊതിഞ്ഞിരുന്ന ചെമ്പ് പാളികൾ ഒന്നുകൂടെ മാറ്റിയിട്ടില്ല. ചെമ്പ് പാളികൾ തന്നെയാണ് ഇപ്പോഴും തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ആ ചെമ്പ് പാളികൾ നഷ്ടം വന്നിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ട് കട്ടിടപ്പടികളിൽ. അതാണ് വന്നേക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ശരി, ഇനി ആ ദ്വാരപാലകരുടെ പാളിയെക്കുറിച്ച് എന്താണെന്ന് പറയാനും അറിയാൻ വയ്യ. കട്ടിടപ്പാളികളുടേത് അത് ആ പഴയ ചെമ്പുപാളി തന്നെ ഉണ്ട്. അതാണ് അതിനകത്ത് സ്വർണം, അതായത് സ്വർണം പൊതിഞ്ഞിരുന്നത് അത് മാറ്റിയിട്ട് ക്ലാഡ് ചെയ്തിരുന്നത് മാറ്റി സ്വർണം പൂശി ആണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അത് ഇനി എന്തോ ആവട്ടെ. ഇവർക്ക് അതായത് ഇത് PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുത്തുള്ള സ്ഥിതിക്ക് അവർക്കൊക്കെ പലർക്കും ഈ ചാർജ് ഷീറ്റ് അവരുടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം, ഗവൺമെൻറ് സാങ്ഷൻ. അപ്പം കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറ് ആണല്ലോ. എളുപ്പമുള്ള കാര്യമാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം, സാങ്ഷൻ കൊടുക്കുമല്ലോ എന്ന്. അത് കൊടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? അത് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ പോലും ഇവർക്ക് ജാമ്യം കിട്ടും, സ്വാഭാവിക ജാമ്യം കിട്ടും. കാരണം ആ ചാർജ് ഷീറ്റ് ഫയൽ സ്വീകരിക്കാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളത് നല്ല ഉറപ്പായി കഴിഞ്ഞു. വാസുവിനും വിജയകുമാറിനും പത്മകുമാറിനും ഒക്കെ ഉറപ്പായിട്ട് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടും, സ്വാഭാവിക ജാമ്യം കിട്ടും. അത് കോടതി കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടതിന് ശേഷം 90 ദിവസത്തിനകത്ത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി ആ ചാർജ് ഷീറ്റ് ഇപ്പോൾ തയ്യാറാക്കിയാൽ പോലും അത് കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം അതിന് സാങ്ഷൻ കിട്ടണമെങ്കിൽ വീണ്ടും സാങ്ഷൻ അപ്ലൈ ചെയ്യണം. അതിനൊന്നുമുള്ള സമയമൊന്നും ഇനിയില്ല. ഇതാ കാര്യം. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് മുമ്പോട്ട് പോകാനുമുണ്ട്. അപ്പോൾ ഇത് ആ രീതിയിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇങ്ങനെ SIT ഇങ്ങനെ ഒരു മെല്ലെപ്പോക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഉറപ്പാണ്. അത് ഹൈക്കോടതി അല്ല, ഏത് കോടതി പറഞ്ഞാലും ഈ ഗവൺമെൻറ്റിന് കീഴിലുള്ള പോലീസുകാരല്ലേ ഇത് അവരിതേ ചെയ്തുള്ളൂ. ഇപ്പോൾ ഇതിന് പ്രതിപക്ഷമൊക്കെ അതായത് ഗവൺമെൻറ്റിൻ്റെ ഈ SITയുടെ മേലുള്ള നിയന്ത്രണം മാറ്റണം, SIT റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് SIT നിയന്ത്രിക്കുന്നത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതൊന്നും ഇവിടെ വിലപ്പാൻ പോകുന്നില്ല. ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്നും നടക്കത്തില്ല. പിന്നെ ആ പഴയ ഒരു ആശ്വാസമുള്ളൊരു വസ്തുത കണ്ടത്, സാധാരണഗതിയിൽ ഈ പ്രോസിക്യൂട്ടർമാരെ വെക്കുമ്പോൾ അവർ ഈ രാഷ്ട്രീയമൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആയിരിക്കും ഒക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടെ തൃശ്ശൂരുള്ള NK ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സീനിയറായിട്ടുള്ളൊരു അഭിഭാഷകനെയാണ് ഇത് വെച്ചേക്കുന്നത്. എൻ്റെ മുമ്പിൽ കേസുകൾ നടത്തിയിട്ടുള്ള ആളാണ്, ധാരാളം കേസുകൾ നടത്തിയിട്ടുള്ളതാണ്. മിടുക്കനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. ഈ ക്രിമിനൽ സൈഡിൽ
വളരെ സ്ട്രോങ് ആയിട്ട് വളരെ അവഗാഢമായ ജ്ഞാനമുള്ള, അറിവുള്ള, കഴിവുള്ള ഒരു അഭിഭാഷകൻ തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി മെച്ചമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ ഈ അന്വേഷണമൊക്കെ എങ്ങനെ പോകുന്നെന്നും ഒക്കെ നോക്കണ്ടേ, വലിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ശ്രീ എൻ കെ ഉണ്ണികൃഷ്ണൻ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ അഭിഭാഷകൻ തന്നെയാണ്. അങ്ങനൊരു സന്തോഷം ഇതിനകത്തുണ്ട്. എങ്ങനെ അബദ്ധം പറ്റി ഇത് ചെയ്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇതിനകത്ത് ഗവൺമെൻറ് എടുത്തേക്കുന്ന ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആകെ ഉള്ളത് ഞാൻ കാണുന്നത് എൻ കെ ഉണ്ണികൃഷ്ണനെ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചതാണ്. കൊള്ളാം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് എൻ കെ ഉണ്ണികൃഷ്ണനെ ഈ കേസിൽ വെച്ചു. നല്ലൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. മിടുക്കനായ അഭിഭാഷകനാണ്. അപ്പോൾ അത് കൊള്ളാം. അതുകൊണ്ട് ഇനി എന്ത് നേട്ടം ഇതിനകത്തുണ്ടാവും എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം ഉണ്ണികൃഷ്ണന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന വിവരങ്ങളല്ലേ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുള്ളൂ. അത് കിട്ടണ്ടേ, അത് അന്വേഷണത്തിൽ അറിയണ്ടേ. അന്വേഷണം എങ്ങനെ പോന്നു, അതൊരു പ്രഹസനമായിട്ട് തന്നെ മാറുന്നോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഏതായാലും അത് എന്തെങ്കിലുമൊക്കെ നടന്നേക്കും. എന്തൊക്കെ ആയാലും ശരി, ഇപ്പോൾ അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ സ്വാഭാവിക ജാമ്യമാണ്. അല്ലെങ്കിൽ ഇവർക്കെതിരെ പുതിയ ക്രൈം രജിസ്റ്റർ ചെയ്യണം. വേറെ ഏതെങ്കിലും ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് അവരെ അറസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തിയാൽ ഇവിടെ ജാമ്യം കിട്ടിയാൽ പോലും മറ്റേതി കിടക്കും. അതിന് എന്തെങ്കിലും കേസ് വേണം. അത് ഇന്നത്തെ നിലയ്ക്ക് അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇവരൊക്കെ CPMൻ്റെ അനിഷേധ്യ നേതാക്കളാണ് ഈ അകത്ത് കിടക്കുന്നവർ. അപ്പോൾ അവർ ഇത്രയും നാളായിട്ട് ജയിലിൽ കിടക്കുകയല്ലേ. ഇനി അവരെ കൂടുതൽ ആൾ കിടത്തുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാട് കാണും. ഇനി ഈ തന്ത്രി പോലും ഇവിടെ വലിയ താമസമില്ലാതെ ഇറങ്ങിപ്പോകുന്ന പോക്ക് നമുക്ക് കാണാം. ഏതായാലും ശരി, അത് അന്ന് ഗോപാലകൃഷ്ണൻ എനിക്ക് പരിചയമുള്ള ആളാണ്. ഗോപാലകൃഷ്ണൻ IPS ഒക്കെ കൺഫർ ചെയ്ത് കിട്ടിയ ആളാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ അവിടെ ശബരിമല ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം. വളരെ അത്രത്തോളം വലിയ അഴിമതിയാണ് അവിടെ ഈ തന്ത്രിമാരും അതുപോലെ തന്നെ മേൽശാന്തിമാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഗോപാലകൃഷ്ണൻ എപ്പോഴും തുറന്നു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് തന്നെ ഗോപാലകൃഷ്ണൻ അത് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയായാലും ശരി, ഇതിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒക്കെ ഇപ്പോൾ ഈ അകത്ത് കിടക്കുന്ന ഇത്രയും നാൾ ഇതാണ് ഇവരുടെ ശിക്ഷ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പിന്നെ അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കണം, അതേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇനി അവിടെ സ്വർണം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ അടിച്ചുകൊണ്ട് പോകാൻ വരുന്നവന്മാർ കാണും. ഒരുത്തനെ വായിൽ പടം ഇട്ടുകൊണ്ട് പോയി ഡോളർ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് പോയത് പിടികൂടിയതുണ്ട്. പണം എണ്ണുന്നവനാണ്. അങ്ങനെ ഉള്ള ആ ഡ്യൂട്ടിക്കാരന്മാർ വരെ നമ്മൾ കാണുന്നു. അത് പിന്നെ കുറേ പണം എടുത്ത് ശർക്കര ചാക്കിൻ്റെ അടിയിൽ അരിച്ചാക്കിൻ്റെ ഇടയിൽ കൊണ്ട് ചൊരി വെച്ചേക്കുന്നു. എത്ര 3-4 ലക്ഷം രൂപയാണ്. ഇങ്ങനെയൊക്കെയുള്ള പണികളുണ്ട്. ഇതൊക്കെ വിശ്വാസികൾ കൊടുക്കുന്ന പണമാണ് അവിടെ. അല്ലാതെ ഇവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമൊന്നും അല്ലല്ലോ. അത് അടിച്ച് മാറ്റാൻ ഇത് കുറേ ആളുകളുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഈ മനുഷ്യർക്ക് പകരം റോബോട്ട്സിനെ എങ്ങാണം ഏർപ്പെടുത്തിയാൽ ചിലപ്പോൾ ഈ ശബരിമലയിലെ കാര്യങ്ങൾ, കാരണം റോബോട്ട്സിന് അതിനെ ട്യൂൺ ചെയ്ത് വിടുന്ന പോലെയല്ല അതിന് വർക്കേ അറിയാവുള്ളൂ, അതല്ലേ ചെയ്യുള്ളൂ. മാത്രമല്ല അതിന് മോഷണമൊന്നുമില്ലല്ലോ, നേരെ പോകുന്നുള്ള കാര്യമേ ഉള്ളൂ. അത് അടിച്ചു മാറ്റാതിരിക്കണമെങ്കിൽ ഈ പണം കൈകാര്യം ചെയ്യുന്നതൊക്കെ വല്ല റോബോട്ട്സിനെ ഏൽപ്പിക്കണം. ഈ മനുഷ്യൻ്റെ ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറ്റുക. അല്ലെങ്കിൽ അതേപോലെ കൊള്ളാവുന്ന ആളുകളെ നല്ലതായിട്ട് നോക്കി എടുക്കണം. അതും ഈ ദേവസ്വം ബോർഡിനൊന്നും ഈ അപ്പോയിൻമെൻ്റൊക്കെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ആ ബോർഡിൻ്റെ ചായ്വുള്ള ആളുകളായിരിക്കും ഇതിനകത്തൊക്കെ ഒരുപാട് പേര് കയറിപ്പോകുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ ചായ്വുള്ള ആളുകളെയാണ് അവിടെ നിയമിക്കുന്നതൊക്കെ. ഈ രാഷ്ട്രീയക്കാരെ നിയമിക്കുമ്പോൾ എല്ലാം കള്ളന്മാരായി വരുന്നത് കൂടുതലും. അപ്പോൾ അത് ഈ കള്ളന്മാരെ തന്നെ വീണ്ടും അവർ പ്രതീക്ഷിക്കും. അതിനൊക്കെയുള്ള ഇടയുണ്ടാവാതെ നോക്കണം. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ അവിടുത്തെ എല്ലാ നിയമനവും ഒക്കെ ഉണ്ടല്ലോ ഒന്ന് മാറ്റണം. ഈ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ അധികാരം നമുക്ക് എടുത്ത് മാറ്റാനൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ബോർഡിൻ്റേതായ അധികാരങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ ഒക്കത്തില്ലെങ്കിലും കാലക്രമേണയെങ്കിലും ഇവിടുത്തെ കൊള്ള അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം സർക്കാർ നോക്കണം. അതാണ്
ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകരുത്. മോതിരം കട്ടുകൊണ്ട് പോകുന്നവന്മാരെ അതിൻ്റെ ആ പണി ഒന്ന് നിർത്തിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത് അവിടെ.